ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പലരും ചോദിച്ച ചോദ്യമാണ്, ബിറ്റ്കോയിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം പറഞ്ഞു തരാമോ എന്നുള്ളതിന് ഒരു ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രൂഫ് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഞാൻ ജനുവരിയിൽ ഒരു 8,000 രൂപ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിപ്പോൾ 14,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിന്ന് കാണിച്ചു തരാം. അതുപോലെ ഏത് ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷന്റെ പ്രാധാന്യം, അതിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കാം എന്നുള്ളതും എങ്ങനെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്രിപ്റ്റോ കറൻസിയിലെ ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ട്രേഡിംഗ് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. സോ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാവൂ. മാത്രമല്ല അതിനേക്കാളും ഇൻവെസ്റ്റ്മെന്റിനാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതിന് ഒരു സർക്കാരിൻ്റെയും മേൽനോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കോയിൻ അല്ല, അതൊരു വിർച്വൽ കോയിൻ ആണ്. അതായത് നമുക്ക് ടാഞ്ചിബിൾ അല്ല, തൊടാൻ സാധിക്കാത്ത ഒരു കോയിനാണ് ബിറ്റ്കോയിൻ. 2009 ഒരു അൺനോൺ ഗ്രൂപ്പാണ് ബിറ്റ്കോയിൻ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ നിലവാരം അനുസരിച്ച് ബിറ്റ്കോയിൻ എന്ന് പറയുന്നതിന് ഏകദേശം 8 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയുടെ മൂല്യമുണ്ട്. അതിന്റെ ഗ്രാഫ് പോകുന്നതുണ്ടോ, നല്ലൊരു അപ്വാർഡ് മോഷനിലാണ് അത് പോകുന്നത്. 8,31,000 സംതിങ് ഉണ്ട് ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ വില എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. അതായത് ഒക്ടോബർ 15-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്നത്തെ വാല്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ബിറ്റ്കോയിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു കറൻസിയാണ്. ഇതിനെ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ട്രാൻസാക്ഷനും ഇത് മേഡ് ചെയ്യുന്ന സ്ഥലവും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ബാങ്ക് വഴിയാണ് ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ പാർട്ടിക്ക് അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുകയോ വാങ്ങിക്കുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം ഒറ്റ സെർവറിലല്ല, ലോകത്താകമാനമുള്ള ഒരുപാട് സെർവറുകളിലാണ് ഇതിന്റെ കൺട്രോൾ നടക്കുന്നത്, ഇതിന്റെ വർക്ക് നടക്കുന്നത്. ബിറ്റ്കോയിന്റെ പ്രൈസ് വളരെ വേഗത്തിലാണ് ഉയരുകയും താഴുകയും ചെയ്യുന്നത്. ഇത് ഒറ്റ പ്രിൻസിപ്പിളിലാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് കുറെ ആൾക്കാർ ബിറ്റ്കോയിൻ മേടിക്കുമ്പോൾ അതിന്റെ പ്രൈസ് ഉയരുകയും കുറെ ആൾക്കാർ അതിനെ വിൽക്കുമ്പോഴത്തേക്കും ബിറ്റ്കോയിന്റെ പ്രൈസ് താഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുമാനം ഉണ്ടാക്കിയവർ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടറും ഇതിനുണ്ട്. 2016 ഇതിന്റെ വില എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ നിന്ന് 13 ലക്ഷത്തിലേക്ക് ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിൽ നിന്നുണ്ടാക്കിയത്. വെറും 2 മാസം കൊണ്ടാണ് ഈ ലക്ഷക്കണക്കിനുള്ള വിലയുടെ ഒരു വർധന ഉണ്ടായത് എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 100 രൂപ വെച്ച് പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ബിറ്റ്കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് 2010 അതിന്റെ വില എന്ന് പറയുന്നത് 22 പൈസയായിരുന്നു. അതുപോലെ തന്നെ 2011 അത് 70 ഇന്ത്യൻ രൂപയായിട്ട് മാറി. 2012 957 ഇന്ത്യൻ രൂപയായിട്ടും 2013 പെട്ടെന്നൊരു മാറ്റം 19,574 ഇന്ത്യൻ രൂപയായിട്ടാണ് ഈ ബിറ്റ്കോയിന്റെ പ്രൈസ് മാറിയത്. അതുപോലെ 2014 66,229 രൂപയായിട്ടാണ് ഒരു ബിറ്റ്കോയിന്റെ വില മാറിയത്. 2014 14 ലക്ഷത്തിന് മുകളിലായിട്ട് ഉയർന്നു. അതുപോലെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 8,31,000 സംതിങ് ആണ്. അവിടെ നിന്ന് ഒരു കുറവ് ഉണ്ടായിട്ടില്ല ബിറ്റ്കോയിൻ എപ്പോഴും നല്ലൊരു ഹൈ അൾട്ടിറ്റ്യൂഡിലോട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഇത് ഇൻവെസ്റ്റ് ചെയ്ത് വിൽക്കുക, വാങ്ങിക്കുക, അതിനേക്കാളും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമായിട്ട് ഇതിനെ മാറ്റാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനുവരിയിൽ 8,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിപ്പോ 14,000 രൂപയായിട്ട് മാറിയിരിക്കുക. ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു 1,000 റുപ്പീസ് അല്ലെങ്കിൽ 5,000 റുപ്പീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ വാല്യൂ ആയിട്ട് മാറും. എന്നിട്ട് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കാശിനെ ഇങ്ങ് തിരിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടായ പ്രോഫിറ്റിനെ വീണ്ടും അതിനകത്ത് തന്നെ ഇട്ട് കാശ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് സേഫ് ആയിട്ടുള്ളൊരു മാർഗം. ഇനി റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. സോ എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാം, വിൽക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാകാത്ത രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ മുഴുവനായിട്ട് കാണുക. ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാനിന്ന് പറഞ്ഞു തരുന്ന ആപ്ലിക്കേഷന്റെ പേര് കോയിൻ സ്വിച്ച് ക്യൂബർ എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കോയിൻ സ്വിച്ച് ക്യൂബർ എന്ന് ടൈപ്പ് ചെയ്യാം. കോയിൻ സ്വിച്ചിനെ കുറിച്ച് ഒരുപാട് വാർത്തകളൊക്കെ വന്ന ഒരു ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. ഇത് സിമ്പിൾ ഇന്റർഫേസ് ആണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും പഠിച്ചെടുക്കാൻ
തക്ക രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ 100-ലധികം ക്രിപ്റ്റോ കറൻസികൾ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റും വിഡ്രോയിലും ആണ്. ഗൂഗിൾ പേ വഴി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും സാധിക്കും. അതുപോലെ വളരെ വേഗത്തിലുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ രൂപയിൽ നിന്ന് ക്രിപ്റ്റോയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് പറ്റും. മാത്രമല്ല മാർക്കറ്റിലെ ഏറ്റവും നല്ല വിലയിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പെട്ടെന്ന് ഏകദേശം ഒരു 10 മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. തുടക്കക്കാർക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതായത് ബിറ്റ്കോയിനിൽ അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനും വളരെ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് കോയിൻ സ്വിച്ച് ക്യൂബർ. അതുപോലെ തന്നെ കൃത്യമായ ഒരു കസ്റ്റമർ സപ്പോർട്ടും അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് NC42 എന്ന ഈ ഒരു പത്രത്തിൽ വന്ന കോയിൻ സ്വിച്ചിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. നല്ല രീതിയിലാണ് എല്ലാവരും പറയുന്നത് കോയിൻ സ്വിച്ച് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് എന്ന് തന്നെയാണ്. അവരുടെ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അതിനുശേഷം എന്തുകൊണ്ട് കോയിൻ സ്വിച്ച് നമുക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് കോയിൻ സ്വിച്ച് ആണ് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ മാത്രമല്ല 168 രാജ്യങ്ങൾ എടുത്താലും അവിടെയും കോയിൻ സ്വിച്ച് ആണ് ഏറ്റവും വലുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ ഒരു വർഷം നമുക്ക് 200 മുതൽ 300% വരെ പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിറ്റ്കോയിനിൽ ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ്. വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ കോയിൻ സ്വിച്ചിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയ്ക്കുള്ള ബിറ്റ്കോയിൻ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതായത് 50 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഇതിലോട്ട് ആളുകളെ റെഫർ ചെയ്യാവുന്നതുമാണ്. റെഫർ ചെയ്യുമ്പോൾ 50 രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 3 തരത്തിലാണ് നിങ്ങൾക്ക് ഇതിൽ ഏണിംഗ് കിട്ടുന്നത്. ഒന്ന്, നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന 50 രൂപ. അത് ഒരു റെഫറൽ ലിങ്ക് വെച്ച് കയറിയാൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഈ ആപ്ലിക്കേഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഒരു റെഫറൽ ലിങ്ക് മുഖാന്തരം നിങ്ങൾ കയറി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് 50 രൂപ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ലിങ്കിൽ കൂടെ കയറാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതുവഴി കയറാം. അതുവഴി കയറാൻ താല്പര്യമില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 50 രൂപ കിട്ടുകയില്ല. രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ കിട്ടും എന്നുള്ളതാണ്. 50 രൂപയുടെ ബിറ്റ്കോയിൻ നിങ്ങൾക്ക് കിട്ടും. മൂന്നാമത്തെ മാർഗ്ഗം, ബിറ്റ്കോയിൻ്റെ പ്രൈസ് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ കയറിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ 3 തരത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏണിങ്സ് കിട്ടും. അപ്പോൾ എന്താണ് അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് ഞാനിപ്പോൾ എൻ്റെ ഫോണിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾക്ക് മൊബൈലിൽ തെളിഞ്ഞു വരുന്നത്. അവിടെ ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുമെങ്കിൽ ഗൂഗിൾ പ്ലേ വഴിയും, iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പ്ലേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോയിൻ സ്വിച്ചിന്റെ ആപ്ലിക്കേഷന്റെ സെക്ഷനിലേക്ക് പോകും. ആപ്ലിക്കേഷന്റെ ടൈറ്റിലിന് താഴെയായിട്ട് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു ആപ്ലിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പർ, ഞാനിപ്പോൾ ഡ്യുവൽ സിം ആയതുകൊണ്ട് ഞാൻ 2 നമ്പർ ഇതിൽ ചോദിക്കുകയാണ്, ഏത് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ ഇതിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുന്നു. ഒരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഫില്ലാവും. അതിനുശേഷം റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പിൻ നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ATM-ലൊക്കെ ഒരു 4 ഡിജിറ്റ് പിൻ നമ്പർ നമ്മൾ ഓർത്ത് വയ്ക്കാറുണ്ടല്ലോ, അതുപോലെ ഒരു പിൻ നമ്പർ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അത് തന്നെ വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. ഞാനൊരു പിൻ നമ്പർ കൊടുത്തു, വീണ്ടും അത് തന്നെ കൊടുക്കുക. അതൊരു സെക്യൂരിറ്റി മെഷറിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ പിൻ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്രയും സെക്ഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതിനകത്ത് യുവർ ഇൻവെസ്റ്റ്മെന്റ് വർത്ത്, എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ, എത്ര രൂപയ്ക്കുണ്ട് എന്നുള്ളതാണ്. 0 ഞാനിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിനകത്ത് 0 ഇൻവെസ്റ്റ്മെന്റ്. അതിനുശേഷം അൺലോക്ക് വാലറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ബൈ BTC ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതിൽ സൈൻ അപ്പ് ചെയ്യുമ്പോൾ തന്നെ 50 രൂപ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഇവിടെ അൺലോക്ക് വാലറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അവിടെ വീണ്ടും അൺലോക്ക് വാലറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വാലറ്റ് അൺലോക്ക് ആവുകയുള്ളൂ. അപ്പൊ 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നോ, ആദ്യത്തെ ബേസിക് വെരിഫിക്കേഷൻ ആണ്, രണ്ടാമത്തത് പാൻ കാർഡ് വെരിഫിക്കേഷൻ, മൂന്നാമത്തത് ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ. ഒന്നാമത്തത് ഏകദേശം 30 സെക്കൻഡ് എടുക്കും. രണ്ടാമത്തെ പാൻ കാർഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 45 സെക്കൻഡ്, ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് 45 സെക്കൻഡ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സമയ ദൈർഘ്യം എന്ന് പറയുന്നത്. ഈ പാൻ കാർഡും ഐഡന്റിറ്റി കാർഡും നിങ്ങളുടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്, അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ലൈവായിട്ട് തന്നെ ഫോട്ടോ എടുത്താണ് അയക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബേസിക് വെരിഫിക്കേഷൻ
ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID ഇത് ചോദിക്കും. അപ്പൊ ഞാൻ അത് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ID കാർഡ് ഏതാണോ കൊടുക്കുന്നത് അതിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ വെച്ചിരിക്കുന്നത്. ചിലർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമായിരിക്കും, അവരുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കില്ല ID കാർഡിലുള്ളത്. അപ്പൊ ID കാർഡിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ഉള്ളത് അത് തന്നെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. ഇനി വെരിഫിക്കേഷൻ കൊടുക്കുക. ഈ വെരിഫിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ID ഏതാണോ കൊടുത്തത് അതിൽ ഒരു OTP വന്നിട്ടുണ്ടാവും. അത് നോക്കി ഇതിലോട്ട് ടൈപ്പ് ചെയ്യുക. എന്റെ മെയിൽ IDയിൽ ഒരു OTP വന്നിട്ടുണ്ട്, ഞാൻ അത് നോക്കി ടൈപ്പ് ചെയ്യുകയാണ്. ഇനി റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സക്സസ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതായത് ബേസിക് വെരിഫിക്കേഷൻ നിങ്ങളുടേത് കംപ്ലീറ്റ് ആയിരിക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജും വന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി രണ്ടാമത്തെ വെരിഫിക്കേഷൻ പാൻ കാർഡ് വെരിഫിക്കേഷൻ ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ പാൻ കാർഡ് വെരിഫിക്കേഷന്റെ ആ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അലർട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. അതായത് ഒറിജിനൽ പാൻ കാർഡ് തന്നെ ഇതിൽ യൂസ് ചെയ്യണം. നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഡിജിറ്റലായിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇതിൽ യൂസ് ചെയ്യരുത്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പാൻ കാർഡിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം ഇതിൽ കൊടുത്തിരിക്കേണ്ടത്. പാൻ കാർഡ് നിങ്ങളുടെ തന്നെ ആയിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ക്യാമറ ആക്സസ് അലൗ ചെയ്യട്ടെ എന്നൊരു മെസ്സേജ് ചോദിക്കും. അപ്പോൾ ഇനേബിൾ ക്യാമറ കൊടുക്കുക. ഇവിടെ അലോ കൊടുക്കുക. കോയിൻ സ്വിച്ചിന്റെ ക്യാമറ നമ്മൾ അലോ ചെയ്യുക എന്നൊരു ഓപ്ഷൻ കൊടുക്കും. അവിടെ അലോ എന്ന് കൊടുക്കുക. ക്യാമറ സ്കാൻ അലോ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പാൻ കാർഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറ വ്യൂ വരും. അപ്പോൾ പാൻ കാർഡിന്റെ ഫ്രണ്ട് നിങ്ങൾ ഇതിനകത്ത് വെച്ചതിന് ശേഷം അതിന് ഈ നടുക്ക് ഏറ്റവും താഴെയുള്ള വെള്ള സർക്കിൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എനിക്കൊരു മെസ്സേജ് വന്നു, പിക്ചർ ഇസ് നോട്ട് ക്ലിയർ, ഞാൻ എടുത്തത് കറക്റ്റ് ആയില്ല എന്നൊരു മെസ്സേജ് വന്നു. അപ്പോൾ ഒന്നും കൂടെ ടേക്ക് എ ന്യൂ പിക്ചർ എന്ന് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് ആണ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണം ഇത് ക്ലിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് വർക്ക് ആവില്ല. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇനി മൈ ഡോക്യുമെന്റ് ഇസ് റീഡബിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി പാൻ കാർഡിന്റെ പുറകുവശം ഇത്തരത്തിൽ ഫോട്ടോ എടുക്കേണ്ടതാണ്. വീണ്ടും മൈ ഡോക്യുമെന്റ് ഇസ് റീഡബിൾ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു എന്നൊരു സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ ഗ്രീൻ ടിക്ക് വന്നില്ല, പകരം പ്രോസസിംഗ് ടേക്സ് അബൌട്ട് 2 to 5 minutes എന്ന് കാണിക്കുകയാണ്. 2 മുതൽ 5 മിനിറ്റിനകത്ത് ഈ പ്രോസസിംഗ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അവരൊന്ന് മാനുവലായിട്ട് ചെക്ക് ചെയ്യും. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്, ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ. ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞു. പാൻ കാർഡ് വെരിഫിക്കേഷൻ സക്സസ് ആയി എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി ഐഡന്റിറ്റി കാർഡായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇലക്ഷൻ ID യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പാസ്പോർട്ട് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ഇലക്ഷൻ ID കാർഡാണ് യൂസ് ചെയ്യുന്നത്. സോ ആ സെക്ഷനിലേക്ക് പോവാം. ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 എണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നുകിൽ ആധാർ കാർഡ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടേഴ്സ് ID. ഞാൻ വോട്ടേഴ്സ് ID ആണ് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ 3 അലർട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇനി അതിന്റെ ഫ്രണ്ട് വശം നേരത്തെ പോലെ നമ്മൾ പാൻ കാർഡ് എടുത്തത് പോലെ തന്നെ ഫ്രണ്ട് വശം ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഈ ഫ്രെയിമിനകത്ത് വരത്തക്ക രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി മൈ ഡോക്യുമെന്റ് ഇസ് റീഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ID കാർഡിന്റെ പുറകു വശം ഫോട്ടോ എടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി മൈ ഡോക്യുമെന്റ് ഇസ് റീഡബിൾ കൊടുക്കുക. ഇനി ഒരു സെൽഫി എടുക്കാനായിട്ട് അടുത്തൊരു വെരിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു സെൽഫി ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഇതിൽ കൂളിംഗ് ഗ്ലാസുകളൊന്നും വെക്കരുത് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ സ്ട്രെയിറ്റ് ഫേസ് ആയിട്ട് നിന്ന് വേണം സെൽഫി എടുക്കാനായിട്ട്. അവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഓവൽ ഷേപ്പിൽ ക്യാമറ വർക്കാവും. ആ ഓവൽ ഷേപ്പിനകത്ത് നമ്മുടെ ഫേസ് വരത്തക്ക രീതിയിൽ വേണം സെൽഫി എടുക്കാനായിട്ട്. ക്ലിക്ക് കൊടുക്കുക. കൺഫേം മൈ സെൽഫി. ആ സെൽഫി ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേം കൊടുക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു സെൽഫി കൂടെ എടുക്കാം. എന്റെ എന്തായാലും ക്ലിയർ ആയി, ഞാൻ കൺഫേം മൈ സെൽഫി കൊടുക്കുക. വീണ്ടും താങ്ക് യു മെസ്സേജ് വന്നു. ഇനി സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. ഇപ്പോ ഏകദേശം നമ്മുടെ പ്രൊഫൈലിൽ 67% കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ അണ്ടർ പ്രോസസ് നേരത്തെ പോലെ 2-5 മിനിറ്റ് എടുത്തേക്കും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ടിക്ക് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇപ്പോൾ ഗ്രീൻ ടിക്ക് അല്ല, എനിക്കൊരു യെല്ലോ ക്ലോക്കിന്റെ ഒരു സിമ്പിൾ ആണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ എന്റെ ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ ഫെയിലായി. എനിക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് എനിക്കറിയില്ല. ഇലക്ഷൻ കാർഡിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കണം. ഞാൻ എന്തായാലും അത് ഇനി ആധാർ കാർഡ് കൊടുത്ത് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. നേരത്തെ പോലെ തന്നെ കണ്ടിന്യൂ കൊടുത്തു. ആധാർ കാർഡ് ഒന്ന് സ്കാൻ ചെയ്യേണ്ടി വരും. ഒന്നുകൂടെ ഫ്രണ്ട് വശം സ്കാൻ ചെയ്തു. ഇനി ക്ലിക്ക് കൊടുത്തു. മൈ കാർഡ് ഇസ് റീഡബിൾ കൊടുക്കുക. അതിനുശേഷം കാർഡിന്റെ ബാക്ക് സൈഡ് ഫോട്ടോ എടുക്കുക. ഇനി മൈ കാർഡ് ഇസ് റീഡബിൾ കൊടുക്കുക. ഇനി ഒന്നുകൂടെ ഒരിക്കൽ കൂടെ സെൽഫി എടുക്കേണ്ടി വരും. കണ്ടിന്യൂ കൊടുക്കുന്നു. കൺഫേം മൈ സെൽഫി. സബ്മിറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുക. ഇനി ഈ ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷന് 5 മിനിറ്റോളം എടുക്കും എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആധാർ കാർഡ് കൊടുത്തപ്പോഴത്തേക്കും
എൻ്റെ ഐഡന്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ സക്സസ് ആയിരിക്കുന്നു. 3 ടൈപ്പിലുള്ള വെരിഫിക്കേഷനും സക്സസ് ആയിരിക്കുന്നു. നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഒബ്ജക്ഷൻ വരികയാണെങ്കിൽ അടുത്തൊരു ID കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ചില ID കാർഡുകളിൽ നമ്മളെ ഫോട്ടോ ക്ലിയർ ആയിരിക്കണമെന്നില്ല. സോ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് സപ്പോർട്ട് ഉണ്ട് ഇതിൽ, അവരുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അവർ 24/7 ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് 100% കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ് KYC. ഇതെല്ലാവരും രജിസ്റ്റർ ചെയ്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനുശേഷം ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മേടിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു 100 രൂപ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ കോയിൻ സ്വിച്ച് തുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. അതിന് നിങ്ങളുടെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുക. ഒരു OTP വരും. ആ OTP വന്ന ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആക്സസ് ആവും. ആക്സസ് ആയതിനു ശേഷം നമുക്ക് പിൻ നമ്പർ, നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഒരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ പിൻ നമ്പർ നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, ഇതിപ്പോൾ എൻ്റെ ഒരു ഡെമോ അക്കൗണ്ട് ആണ്, 0 എന്ന് കിടക്കുകയാണ് ഇതിൽ. അതുപോലെ പല പല കോയിൻസും കാണിക്കുന്നുണ്ട്. യൂണിസ്വാപ്പ്, ബിറ്റ് കോയിൻ, എതേറിയം, ഡോജി കോയിൻ. ഇതിൽ ഈ റെഡ് കളറിൽ കാണുന്നത് താഴോട്ട് ഡൗൺവേർഡ്, ഇന്നത്തെ അതിന്റെ വില എന്ന് പറയുന്നത് താഴോട്ട് പോയിരിക്കുകയാണ്. 0.28%. നമ്മളെപ്പോഴും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയത്ത് വേണം മേടിക്കാനായിട്ട്, കൂടുതലുള്ള സമയത്ത് വിൽക്കുകയും വേണം. നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ലോങ് ടൈം ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നാൾ ഇട്ടിരുന്നാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബിറ്റ് കോയിൻ ഞാൻ മേടിക്കുകയാണ്. അപ്പോൾ കറണ്ട് ബിറ്റ് കോയിൻ പ്രൈസും ഒരു ദിവസത്തതും ഒരു ആഴ്ചയിലും 1W നടക്കുന്നു, 1 വീക്ക്, 1 മന്തിലെയും 1 ഇയറിലെയും ഗ്രാഫ് എല്ലാം നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യാം, നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിക്കാം. ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ബിറ്റ് കോയിൻ വിൽക്കാനാണ് താല്പര്യമെങ്കിൽ സെൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വാങ്ങിക്കാനാണ് പോകുന്നത്, അതുകൊണ്ട് ബൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം എത്ര രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇതിൽ വളരെ ചെറിയ തുകയ്ക്ക് പോലും ഇതിൽ ബിറ്റ് കോയിൻ മേടിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ 100 രൂപ എന്ന് കൊടുക്കുകയാണ്. മിനിമം 100 രൂപയ്ക്ക് നമുക്ക് മേടിക്കാം. മാക്സിമം 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ഈ ബിറ്റ് കോയിൻ മേടിച്ചിടാം. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് മേടിക്കുകയാണ്. എന്നിട്ട് പ്രിവ്യൂ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ബൈയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 100 രൂപ എന്ന് പറയുന്നത് എത്ര ബിറ്റ് കോയിൻ എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0.0001156 BTC ആണ്. ഞാനിപ്പോൾ 100 രൂപ കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. BTC എന്ന് പറയുന്നത് ബിറ്റ് കോയിന്റെ ഷോർട്ട് ഫോം ആണ്. കോയിൻ സ്വിച്ച് ഫീ അതുപോലെ കൊടുത്തിട്ടുണ്ട്, 0 രൂപയാണ്. അതായത് 1 രൂപ പോലും ഒരു ഈടാക്കുന്നില്ല. 100 രൂപയ്ക്ക് 100 രൂപയുടെ BTC തന്നെ അവർ തരുന്നുണ്ട്. ഇനി ബൈ നൗ ഞാൻ കൊടുക്കുകയാണ്. ബൈ നൗ കൊടുക്കുമ്പോൾ ഇൻസഫിഷ്യന്റ് INR ബാലൻസ്, യു ആർ 100 ഷോർട്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് എന്റെ ഈ അക്കൗണ്ടിനകത്ത് ഇപ്പോൾ തൽക്കാലം കാശ് ഒന്നുമില്ല, അതുകൊണ്ട് ഇതെടുക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്റെ അക്കൗണ്ട് ആദ്യം കാശ് നിറയ്ക്കുക, അതിനുശേഷം മാത്രമേ ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കാവൂ. അപ്പോൾ ഇതിനകത്ത് 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഡെപ്പോസിറ്റ് INR കൊടുക്കുകയാണ്. INR എന്ന് വെച്ചാൽ ഇന്ത്യൻ രൂപ, INR ഇന്ത്യൻ റുപ്പീസ് എന്നാണ് അർത്ഥം. ഇപ്പം 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രോസസ്സിംഗ് ടൈം അപ് ടു 15 മിനിറ്റ്സ്, 15 മിനിറ്റ് വരെ എടുത്തേക്കാം എന്ന് പറയുന്നുണ്ട് പ്രോസസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ വഴി എല്ലാം ഇതിൽ ട്രാൻസാക്ഷൻ നടത്താം. അല്ലാതെ ബാങ്ക് അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താം. ഞാൻ UPI വഴി ട്രാൻസാക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ UPIയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഏത് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, പേടിഎം ആണോ, ഭീം ആപ്ലിക്കേഷൻ ആണോ. ഞാൻ ഗൂഗിൾ പേ കൊടുക്കുന്നു. ₹100 എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്ന മെസ്സേജ് വന്നു. കോയിൻ സ്വിച്ച് ക്യൂബറിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 100 രൂപ അവരെടുത്തു എന്നുള്ളത്. വളരെ സ്വിഫ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും യുവർ ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹100 എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യൻ രൂപ 100 രൂപ എൻ്റെ ഇതിൽ ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ച് ഇനി ബിറ്റ് കോയിൻ മേടിക്കാൻ പോവുകയാണ്. ബൈ കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു, പ്രിവ്യൂ ബൈ നൗ കൊടുക്കുന്നു. ബിറ്റ് കോയിൻ ഓർഡർ ആയിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ബിറ്റ് കോയിൻ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം. വാല്യൂ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഇനി കാണിക്കുക എന്ന് നോക്കാം. എത്ര ബിറ്റ് കോയിൻ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നാളെ ബിറ്റ് കോയിന്റെ വില കൂടുകയാണെങ്കിൽ ഈ റേറ്റ് മാറും. ഇങ്ങനെയാണ്, വളരെ എളുപ്പമാണ്. സോ ഇത്രയാണ്, നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു സുഹൃത്തുക്കളെ. ബോണസ് ടിപ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് ഒരു 10 മാസം വെച്ചിട്ട് വളരെയധികം ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1000 രൂപയോ 5000 രൂപയോ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. എങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചില എക്സ്പേർട്സ് പറയുന്നത് ഇപ്പോൾ 8 ലക്ഷമാണ് ബിറ്റ് കോയിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഒരു 10-12 മാസം കഴിയുമ്പോൾ 36 ലക്ഷം വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി.